ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് സമാധിയിലെ മൃതദേഹം ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ മൃതദേഹം അവിടെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് രാവിലെ തന്നെ അവിടെ നടത്തിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയത്? വീണ, വിശദമായ പരിശോധനയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു സൂചനകളാണ് നമുക്ക് വരുന്നത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. കാരണം അനൌദ്യോഗികമായി നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് മിക്കവാറും ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പ്രാഥമികമായി നടത്തിയതിന് ശേഷം കൊണ്ടുപോകുമോ, അതോ പൂർണ്ണമായും മെഡിക്കൽ കോളേജിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മൃതദേഹം ഔദ്യോഗികമായി ആ മണ്ഡപത്തിനുള്ളിൽ അല്ലെങ്കിൽ സമാധിയിലുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗോപൻ സ്വാമി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്ന, നിരീക്ഷിച്ചിരുന്ന നിർണായകമായിട്ടുള്ള ചോദ്യത്തിന് ഉദാഹരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു മറുപടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി ചോദിച്ചത് ഗോപൻ സ്വാമി എവിടെ, അദ്ദേഹം മരിച്ചെങ്കിൽ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം റിപ്പോർട്ടിൽ അത് കൊലപാതകമാണോ, സ്വമേധ അദ്ദേഹം സമാധി അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയതാണോ, ഇവിടെ എത്തി സ്ലാബ് മൂടിയതിനു ശേഷം ശ്വാസം മുട്ടി അദ്ദേഹം മരിച്ചതാണോ, ഇതിലാണ് ഇനി ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നത്. ആ വ്യക്തത വരുത്തേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഒരുപക്ഷെ വരുമ്പോൾ വൈകാരികമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തായാലും മാധ്യമങ്ങളെ അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു പക്ഷേ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമോ, അതോ പൂർണ്ണമായും ഇവിടെ നടത്തുമോ എന്നുള്ളതിൽ ഔദ്യോഗിക വ്യക്തത എന്തായാലും വരുത്തേണ്ടത്. എന്നാലും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലോട് കൂടിയാണ് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം അടങ്ങുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ പിതാവ് സമാധിയായി എന്നുള്ളതാണ് മകൻ രാജസേൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. അങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രം ആണ് അതിൽ വ്യക്തത വരിക. ഇതിപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞു ഈ സമാധിയിൽ ഈ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിട്ട്. അപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. പക്ഷേ എത്ര ദിവസം പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന്, എങ്ങനെയാണ് മരണം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. ഇപ്പോൾ അവർ ഈ മക്കൾ വ്യക്തമാക്കിയതുപോലെ ഒരു സമാധി ഇരുത്തുന്ന ആ രീതിയിൽ തന്നെയുള്ള ചടങ്ങുകൾ നടത്തി, അതായത് ഈ കല്ലറയിൽ മൃതദേഹം ഇരിക്കുന്ന രീതിയിലാണ് എന്ന സുഗന്ധ ദ്രവ്യങ്ങൾ അടക്കം അതിനുള്ളിൽ ഉണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങൾ കൂടി ഉണ്ടല്ലോ ശാലിനി. മാത്രവുമല്ല DNA അടക്കമുള്ള പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മാത്രമല്ല ഈ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കാൻ കൂടി പോലീസിന് കഴിയുകയുള്ളൂ. ദേവിക, തീർച്ചയായും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, അതായത് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഒരു നമ്മുടെ മൂക്കിലടക്കം ദുർഗന്ധം വമിക്കുന്നുണ്ട്. 100 മീറ്റർ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന് നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായും നമുക്ക് ഇവിടെ പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദുർഗന്ധം വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ വെച്ച് ഈ ഒരു സാങ്കേതികമായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ സാങ്കേതികമായ രീതിയിൽ വിദഗ്ധമായ രീതിയിൽ പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ദുർഗന്ധം ഇങ്ങോട്ടേക്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണ്ണമായും ആ ഒരു സമാധി തുറന്നു എന്നുള്ളതാണ്. അതിൽ മൃതദേഹമുണ്ട് എന്നുള്ള സ്ഥിരീകരണവും ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. എന്തായാലും 10 മണിയോടുകൂടി എല്ലാ രീതിയിലുള്ള നടപടികളും പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യം അടക്കമുള്ളവർ അതിൽ വിശദാംശങ്ങൾ തേടുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ കൂടുതൽ ചർച്ചകൾ അവിടെ നടത്തുന്നുണ്ട്. എന്ത് വേണമെന്നുള്ള അന്തിമ തീരുമാനത്തിൽ എന്തായാലും നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാം മൃതദേഹം ഇവിടെ നിന്നും നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ വിശദമായി തന്നെ മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു അസ്വാഭാവിക മരണത്തിൽ എടുത്ത കേസ് ഇപ്പോൾ അവസാനമായ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് മുൻപിൽ കാണുന്ന ആംബുലൻസിലേക്ക് ആ മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ്. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കകൾക്കുള്ള ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭ്യമായി
വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചത്? അതായത് വ്യാഴാഴ്ച 11 മണിക്ക് ശേഷം ഒരു ബന്ധു ഇവിടെ വന്നിരുന്നു. ആ ബന്ധു വന്നു പോയതിനു ശേഷം വെള്ളിയാഴ്ച 11:30 അല്ലെങ്കിൽ ആ ഒരു ബ്രഹ്മ മുഹൂർത്തം കഴിയുന്ന സമയം വരെ ഇവിടെ എന്ത് നടന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി പോലീസിന് ലഭിക്കേണ്ടത്. സ്വമേധയാ നടന്നുവെന്ന് ഗോപൻസ്വാമി ഈ സമാധിയിലേക്ക് ഇരുന്നതാണോ, അതോ മകൻ നിർബന്ധിച്ചുകൊണ്ടിരുത്തിയതാണോ? കുടുംബത്തിന് അതിൽ ഏതൊക്കെ തരത്തിൽ പങ്കുണ്ട്? അല്ലെങ്കിൽ ഇതിന് ശേഷം, അതായത് ഈ സമാധിയിൽ വന്ന് ഇരുന്നതിന് ശേഷം സ്ലാബ് മൂടിയതിനു ശേഷം മരണപ്പെട്ടതാണോ? അദ്ദേഹം പല ഘട്ടങ്ങളിലും പല മാധ്യമങ്ങൾക്ക് മുൻപിലും അദ്ദേഹം പ്രതികരിച്ചപ്പോൾ ഇളയ മകൻ രാജസേനൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയത് ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ഒരു സമാധി സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അദ്ദേഹം നടന്നു വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ആ സമാധിയിലേക്ക് എണ്ണയും കർപ്പൂരവും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഇട്ടു എന്നുള്ളതാണ്. കർപ്പൂരം അടക്കം കത്തിച്ച് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ശ്വാസം മുട്ടി അദ്ദേഹം മരിച്ചതാണോ എന്നതിന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും സ്ഥിരീകരണം വരും. അത് നൽകേണ്ടത് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടമാണ്. ആ നിർണായക പോസ്റ്റ്മോർട്ടമാണ് ഒരു പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് മാറാൻ പോകുന്നത്. എന്തായാലും നമുക്കിപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക്, ഒരു ദുരൂഹതകൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ദുർഗന്ധം ഈ മേഖലയിൽ വമിക്കുന്നുണ്ട്. എന്തായാലും സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് പോലീസ് എത്തുന്നു. കോടതിയുടെ നിർണായക ഇടപെടൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ എത്തിച്ചത് എന്നുള്ളതാണ്. കാരണം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അസാധാരണമായി ഇദ്ദേഹത്തിനെ കാണാതാകുമ്പോൾ, അദ്ദേഹത്തിനെ കാണാതായപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചെങ്കിൽ ആ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ള നിർണായകമായ ചോദ്യം. ആ ചോദ്യമാണ് ഇന്നിപ്പോൾ പോലീസ് ഈ ഒരു സമാധി തുറന്നുള്ള പരിശോധനയിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. എന്നാലും കുടുംബം വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടഞ്ഞുകൊണ്ട് പൂർണ്ണമായുമുള്ള നടപടികളിലേക്ക് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ. നമുക്ക് 10 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും വ്യക്തതയും വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യങ്ങൾ അപ്പോഴും ഒരുപാട് അവശേഷിക്കുന്നുണ്ട് ശാലിനി. അതായത് ഇത്രയും ദിവസം നെയ്യാറ്റിൻകര ഗോപൻസ്വാമി എവിടെ എന്ന ചോദ്യം. മരിച്ചതിന് ശേഷം തന്നെയാണോ ഈ സമാധിയിൽ, ഈ കല്ലറയിൽ സമാധി രൂപത്തിലാക്കിയത് എന്ന കാര്യങ്ങളിലൊക്കെ ഒട്ടേറെ സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബം ആവർത്തിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് മരണം സംഭവിച്ചു, ഈ കല്ലറയിൽ സമാധി രൂപത്തിൽ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം. അത് സ്ഥിരീകരിക്കുകയായിരുന്നു ആദ്യപടി. ഇനിയിപ്പോൾ ഈ മരണം സംഭവിച്ചു, പക്ഷെ അത് കോടതി ഉന്നയിച്ചതുപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ, ആരാണ് മരണം സ്ഥിരീകരിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഒരു പക്ഷെ കുടുംബം ഇപ്പോഴും ആ വിഷയത്തിൽ ചോദ്യമുനയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പോലീസിന് ആ തരത്തിൽ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പോലീസ് സ്വീകരിക്കുന്നുണ്ടോ ഈ മൃതദേഹ പരിശോധനയ്ക്കൊപ്പം തന്നെ? വീണ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് വിശ്വാസം എല്ലാവർക്കും ആകാം, പക്ഷേ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പല ഘട്ടങ്ങളിലും വരുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സുകളിൽ അല്ലെങ്കിൽ ഇവിടെ തടിച്ചുകൂടിയ പ്രദേശവാസികൾ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് പല ഘട്ടങ്ങളിൽ ഈ ഒരു ഗോപൻസ്വാമിയുടെ ഒരു അസാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാതായത്, അദ്ദേഹത്തിന്റെ ഈ സമാധി എന്നൊക്കെ പറയുന്നത് പിന്നീട് ഒരു വർഗീയ ചർച്ചയിലേക്കൊക്കെ ഒരു ഘട്ടത്തിൽ എത്തിയതാണ്. പക്ഷെ അവിടെയൊക്കെ ഉയർന്നൊരു ചോദ്യം എന്നുള്ളത് വെള്ളിയാഴ്ച അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 11 മണിക്ക് ശേഷം അദ്ദേഹം എവിടെ പോയി? അദ്ദേഹം സമാധിയിലാണെങ്കിൽ എന്തുകൊണ്ട് അതിനെ അറിയിക്കേണ്ടവരെ കൃത്യമായി അറിയിച്ചില്ല? അതിന് കുടുംബം പറയുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ രഹസ്യമായി അല്ലെങ്കിൽ മറ്റാരും കാണരുത്, അതിന്റെ ചൈതന്യം നഷ്ടപ്പെടും സമാധിയിലേക്ക് പിതാവ് പോകുന്നത് എന്നുള്ള ന്യായീകരണമൊക്കെയാണ് കുടുംബം നൽകിയിട്ടുള്ളത്. എന്തായാലും ആ ന്യായീകരണങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. ഒരു ഭരണകൂടമുണ്ട്, ഒപ്പം നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ കാണാതാകുമ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടോ, അദ്ദേഹം മരിച്ചോ, അല്ലെങ്കിൽ മരിച്ചെങ്കിൽ അദ്ദേഹം എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ മരിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ, അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു എന്നതടക്കമുള്ള കുറെ അധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ ഈ കുടുംബത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ വൈകിട്ടോടുകൂടി കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുമ്പോഴും ആ കോടതി നിരീക്ഷണത്തെ അടക്കം വെല്ലുവിളിക്കുന്ന പ്രതികരണങ്ങളാണ് ഗോപൻസ്വാമിയുടെ മൂത്ത മകൻ അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിട്ടുള്ളത്. ഹൈന്ദവ സംഘടനകൾ അടക്കമുള്ളവർ തങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള ചില പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം എത്തുകയും ചെയ്തു. ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ ഈ ഒരു മരണത്തിൽ നീതിന്യായ വ്യവസ്ഥ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള അല്ലെങ്കിൽ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കൂടി ഇതിന്റെ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ഇവിടെ എത്തിയിരുന്നു, OV ആൽഫ്രഡ് ഇവിടെ എത്തിയ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ മണിക്കൂറിൽ, ഈ നിമിഷങ്ങളിൽ രാവിലെ 5:15 മുതലാണ് ഇവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം വന്നിരിക്കുന്നത്. ഏകദേശം
3 മണിക്കൂറിലധികം പിന്നിടുന്നു. ഈ സമയത്ത് ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇവിടെ വഴിയില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങളും നിലവിൽ നമ്മൾക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ ആംബുലൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കൊണ്ടുവരാനുള്ള സ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ മൃതദേഹം ഈ ആംബുലൻസിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സ്ട്രക്ചർ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ സ്ട്രക്ചറിൽ ഗോപൻ സ്വാമി, സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം കൊണ്ടുവരികയും ചെയ്യും. മെഡിക്കൽ കോളേജിലേക്ക് ഈ ആംബുലൻസ് പുറപ്പെടുകയും ചെയ്യും. എന്നാലും ആദ്യോ അവിടെയുണ്ട്, OV ആൽഫ്രഡ് അവിടെയുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പരിശോധനകൾ നടക്കുന്നു, ഡോക്ടർമാരുണ്ട്, വിദഗ്ധ ഡോക്ടർമാരടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള നടപടികളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള കർമ്മങ്ങളാണ് അവിടെ നടന്നത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിൽ വ്യക്തത വരുത്തേണ്ടത് കുടുംബമാണ്. കുടുംബം യാതൊരു രീതിയിലും തുടക്കം മുതൽ തന്നെ ഈ കാര്യത്തിൽ സഹകരിക്കാതെ നിൽക്കുന്ന ഒരു മനോഭാവമുണ്ട്. പൂർണ്ണമായും തങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ തങ്ങളുടെ ഭർത്താവ് ഒരു രീതിയിലും മരിച്ചതല്ല, അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു, അദ്ദേഹം സമാധിയായതാണ് എന്നുള്ള പ്രതികരണമാണ് പല ഘട്ടങ്ങളിലും ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും അതിലൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഒപ്പം തന്നെ പ്രദേശവാസിയായ വിശ്വംഭരൻ അടക്കമുള്ളവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും മിസ്സിംഗ് കേസ് അടക്കം അത് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് അന്വേഷണം പോലീസ് ആരംഭിക്കുമ്പോഴും ഒരു ഘട്ടത്തിലും ഒരു സംശയത്തിന്റെ നിഴലിൽ ഒന്നും തന്നെ കുടുംബത്തെ നിർത്തിയിരുന്നില്ല. അവരെ ആ രീതിയിൽ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ വിളിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായി മൃതദേഹം ലഭിച്ച സ്ഥിതിക്ക് അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ മുനിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സംശയത്തിന്റെ നിഴലിലേക്ക് കുടുംബം പോകും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ അവർ സംശയത്തിന്റെ നിഴലിലാണ്. പോലീസ് കൂടി ഔദ്യോഗികമായ അത്തരത്തിലൊരു സ്ഥിരീകരണം എത്തി കൂടുതൽ ചോദ്യം ചെയ്യലുകളിലൂടെ ഒരു പക്ഷേ കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ള ഒരു വ്യക്തത പോലീസിനും നാടിനും സമൂഹത്തിനും ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ദുരൂഹതകൾ, സംശയങ്ങൾ, ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഒരു ടാർപോളിൽ കെട്ടിമറച്ചിട്ടുള്ള സമാധിയിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന OV ആൽഫ്രഡ് സബ് കളക്ടർ, അദ്ദേഹം ഇവിടെ എത്തി ഉള്ളിലേക്ക് പോകുമ്പോൾ, അതായത് ഈ ഇടവഴിയിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം കഴിയട്ടെ, അതിനുശേഷം പ്രതികരിക്കാം, ഇപ്പോൾ നടപടികൾ പൂർത്തീകരിക്കട്ടെ എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ആദ്യം പോയത് ആ വീട്ടിലേക്കാണ്, കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു സമാധിയിലേക്ക് അദ്ദേഹം നടന്ന് നീങ്ങിയത്. എന്തായാലും OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഭരണകൂടത്തിന്റെ പ്രത്യേക സംഘം, പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ നിർണായക നടപടി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മൃതദേഹം ഔദ്യോഗികമായി പുറത്തെടുത്തിരിക്കുന്നു. മൃതദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആംബുലൻസിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആംബുലൻസിൽ എത്തിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷമായിരിക്കും വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വീണെ ഒക്കെ ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾക്കത് എത്രത്തോളം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് അറിയാം. കാരണം ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹമാണ്, വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്നുണ്ട്. അത് ഇവിടെ വെച്ച് തുറന്ന ഒരു പ്രദേശത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. കാരണം അത് തുറന്നപ്പോൾ മുതൽ നമുക്കിവിടെ നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന ദുർഗന്ധം അത്രയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായും സമയമെടുത്ത് തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം, അങ്ങനെ ഒരു സ്ഥിരീകരണം ഉള്ളത് കൊണ്ട് തന്നെയാകാം സാങ്കേതിക കാരണങ്ങളാൽ ഈ ഒരു മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തി വിശദമായ പരിശോധനകൾ നടത്തി എന്താണ് അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ അടക്കം പരിശോധനയ്ക്ക് അയക്കണമെങ്കിൽ അതടക്കം പരിശോധനയ്ക്ക് അയച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ഉത്തരം കണ്ടെത്തുക. ഒരുപക്ഷെ അദ്ദേഹം ശ്വാസം മുട്ടിയാണോ മരിച്ചത്, പ്രത്യേകിച്ച് സിമെന്റ് കോൺക്രീറ്റ് കൂടാരമാണ്, ആ ഒരു കോൺക്രീറ്റ് സമാധിയാണ് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപ് മുതൽ നിർമ്മാണം തുടങ്ങി നിർമ്മിച്ച ഗോപൻ സ്വാമിയുടെ നേതൃത്വത്തിലടക്കം പ്രത്യേക ശില എത്തിച്ച് നിർമ്മിച്ച ഒരു സമാധി എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഒരാൾ ഇരിക്കുന്നു, അയാളെ അതിനകത്ത് ഇരുത്തുന്നു, അതിനുശേഷം സ്ലാബ് മൂടുന്നു. സ്വാഭാവികമായും മരിക്കാതെ അദ്ദേഹത്തിന്റെ ജീവനോടെയാണ് ഇരുത്തിയതെങ്കിൽ പൂർണ്ണമായും അത് കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചന നടത്തിയുള്ള ഒരു കൊലപാതകം എന്ന് തന്നെയായിരിക്കും വിലയിരുത്തപ്പെടുക.